നമസ്കാരം. നമ്മളിൽ പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റിയിട്ട് വലിയ സാധ്യതയുണ്ട് എന്നൊക്കെ പരിചയക്കാരോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞറിയാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എപ്പോഴും കൺഫ്യൂഷനാണ്. ഞാനിത് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ആൾക്കാർ സംശയങ്ങൾ പറയാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തൊക്കെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കൺഫ്യൂഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ടത് 100% നിയമപരമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് സെബിയുടെയും RBIയുടെയും കീഴിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അടുത്തൊരു കാര്യമാണ്, ഒരുപാട് ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതായത് ഇക്വിറ്റി കാറ്റഗറിയിലാണെങ്കിൽ തന്നെ ഒരുപാട് ഇക്വിറ്റി മേഖലകളിലുള്ള ഫണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റ് മേഖലകളിൽ കുറേ ഫണ്ടുകൾ, ഇൻഡെക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള കുറേ ഫണ്ടുകൾ, ഇനി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ബോണ്ടുകളാണെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടുകൾ, ഇനി ഹൈബ്രിഡ് ഫണ്ടുകളാണെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടുകൾ. അതായത് ഒരുപാട് ഫണ്ടുകളാണ്. ഇതിലേതാണ് എനിക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏതാണ് എനിക്ക് സ്യൂട്ടായിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം എപ്പോഴും ആൾക്കാർക്ക് വരാറുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ് റിസ്ക് ലെവൽ അറിയാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് എനിക്ക് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് കിട്ടുന്ന റിസ്ക്, അല്ലെങ്കിൽ എന്ത് റിസ്ക്കാണ് ഞാൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പല ആൾക്കാരും ചെയ്യാറുണ്ട്. അത് ശരിക്കും തെറ്റായിട്ട് തോന്നാറും ഉണ്ടാവാം. ഇനി നമ്മുടെ ഗോളിന് പറ്റിയ നമുക്കൊരാവശ്യമുണ്ട്, ആ ആവശ്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആവശ്യമായിരിക്കില്ല നമ്മുടെ ആവശ്യം. സോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഗോളുകൾക്കനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നിങ്ങൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അടുത്തതാണ് കാശ് നഷ്ടാവുമോ, ഫിയർ ഓഫ് ലൂസിങ് മണി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാശ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടോ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇനി വലിയൊരു കാര്യമാണ് SIPയും ലംസവും കൃത്യമായിട്ട് എന്താണെന്ന് അറിയാത്തതും. SIP എന്ന് പറയുന്നത് ലംസം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നത്, ലംസം ചെയ്യാൻ മാത്രം പറ്റുന്നവർ SIPനെ പറ്റി ചിന്തിക്കുന്നത്. ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അടുത്തൊരു കാര്യമാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള റിട്ടേൺസിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഒരുപാട് ഫണ്ടുകൾ. ഈ ഒരുപാട് ഫണ്ടുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതാണ് ഒന്നാമത്തെ കാര്യം. പല ആൾക്കാരും പല പല കാര്യങ്ങളൊക്കെ, അതായത് മൊബൈലിലൊക്കെ പല എന്താ പറയുക ഡയറക്റ്റ് ആപ്ലിക്കേഷനൊക്കെ വെച്ച് നോക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടാണോ നോക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് നിങ്ങളതിൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട്, അതായത് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ആദ്യം നോക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു 3 വർഷത്തിനുള്ളിൽ, 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്കൊക്കെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമുള്ളതെങ്കിൽ നിങ്ങളവിടെ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി 3 മുതൽ ഒരു 5 വർഷം വരെ നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ പല പല കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി 5 വർഷത്തിന് മുകളിലേക്കാണ് നിങ്ങൾക്ക് സമയം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മൾ റൈറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം അതെങ്ങനെയാണ്, നമ്മൾ എന്താണ് അതിന് നമ്മളൊരു മാനദണ്ഡം വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഷോർട്ട് ടേമിന് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് FDയേക്കാൾ കുറച്ചുകൂടി റേറ്റ് കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ഫണ്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. മിഡ് ടേം ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇക്വിറ്റിയും ഡെപ്റ്റും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കണം അത്. നേരെ മറിച്ച് ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾക്കതൊരു വെൽത്ത് ക്രിയേഷൻ, അത് നിങ്ങളുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ്, നിങ്ങൾക്കൊരു വലിയൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 3 കാര്യത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് SIP ആൻഡ് ലംസം. ഈ SIPയും ലംസവും രണ്ടും 2 തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. SIP എന്ന് പറയുന്നത് ചെറിയ ശമ്പളമുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ശമ്പളമുള്ള, എന്നാൽ വലിയൊരു കാശ് മാറ്റിവെക്കാൻ പറ്റാത്ത ആൾക്കാർ. അവർക്ക് എല്ലാ മാസവും, അല്ലെങ്കിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും, എല്ലാ 3 മാസത്തിലൊരു തവണയും, അല്ലെങ്കിൽ എല്ലാ 6 മാസത്തിലൊരു തവണ, അല്ലെങ്കിൽ വർഷത്തിലൊരു തവണ എന്ന രീതിയിലൊക്കെ ഒരു പൈസ മാറ്റിവെക്കാൻ പറ്റുന്നതിനെ, സിസ്റ്റമാറ്റിക്കായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നതിനെയാണ് SIP ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിലൊരു വലിയൊരു കാശുണ്ട്, ആ കാശ് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് കിടക്കുകയാണ്, ബാങ്കിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഈ പറയുന്ന ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടത്. ലംസം എന്ന് പറയുന്നത് 2 തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ലംസം പെട്ടെന്ന് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ലംസം മാർക്കറ്റ് നല്ല സമയത്ത്, അതായത് മാർക്കറ്റ് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ഇനി SIP പറ്റി പറഞ്ഞാൽ ലോങ് ടേമിൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലംസത്തിൽ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി SIP ആണെങ്കിൽ ലോങ് ടേം പോലെ തന്നെ റിസ്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം യൂണിറ്റ്സ് ഓഫ് ചെറിയ ഒരു എന്താ പറയുക ചെറിയ അളവിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന യൂണിറ്റുകൾ കിട്ടുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് SIPയിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ആവശ്യത്തിന് വേണ്ടി വാട്ട് പർപ്പസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ SIP ബുക്കിങ്ങിൽ നിങ്ങളുടെ മാസ വരുമാനത്തിൻ്റെ ഒരു 20 മുതൽ 30% വരെ SIP ബുക്കിങ്ങിലേക്ക് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവുക. ഒരു എക്സാമ്പിളായിട്ട് 10,000 രൂപ ശമ്പളമുള്ളൊരു വ്യക്തി 2,000-നും 3,000-നും ഇടയിലുള്ള ഒരു സംഖ്യയെങ്കിലും മാസം SIPയിലേക്ക് മാറ്റിവെക്കുന്നത് അത്യാവശ്യമാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആദ്യം അതിന് വിവാഹമാണോ വിദ്യാഭ്യാസമാണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. വിദ്യാഭ്യാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 15-നും 16-നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ നോക്കുക. കാരണം കുട്ടികളുടെ മെയിൻ നമുക്ക് വരുന്ന ചിലവുകളൊക്കെ തന്നെ 17 വയസ്സ് കുട്ടിക്കാവുമ്പോഴാണ് സാധാരണ ചിലവ് വരുന്നുണ്ടാവുക. സോ നമ്മുടെ കുട്ടിക്ക് 2-3 വയസ്സാണെങ്കിൽ ഒരു 14 വർഷമൊക്കെയാണ് പിന്നെ അതിന് സമയം കിട്ടുക. ഇനി കുട്ടികൾക്ക് 10 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 വർഷം മാത്രമേ സമയം കിട്ടുള്ളൂ. സോ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. അതിന് കൂടുതൽ ഇക്വിറ്റി എക്സ്പോഷറുള്ള ഫണ്ടുകൾ തന്നെ സെലക്ട് ചെയ്യുക. കാരണം റിട്ടേൺസ് നല്ല രീതിയിലുണ്ടാവും. കുട്ടികളുടെ ചിൽഡ്രൻസ് ഫണ്ടുകൾക്ക് ലോക്കിൻ പീരീഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റിട്ടേൺസിൽ കുറച്ച് സാധാരണ ഫണ്ടുകളേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മുടെ മക്കളുടെ വിവാഹത്തിനുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ELSS പോലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന ഫണ്ടുകൾ തന്നെ അവിടെ സെലക്ട് ചെയ്യുക. അവിടെയും ഇക്വിറ്റി എക്സ്പോഷർ കൂടുതൽ കൊണ്ടുപോവുക. റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഒരു 20-25 വർഷത്തൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോവാം. സോ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? വീട് വെക്കാനാണെങ്കിൽ ഒരു 5-10 വർഷത്തിനുള്ളിൽ നമുക്ക് മെച്യൂരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ അതിവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് കൊണ്ടുവരാം. ബാക്കി നമുക്ക് അഗ്രസീവായിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകൾ കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് ഗോൾ ഓറിയൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടാവുള്ളൂ. സോ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.